CBI നമ്മൾ കേൾക്കുമ്പോൾ എന്നാന്ന് പറയുക, കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് CBI കേൾക്കുമ്പോൾ CBI ഡയറിക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ SN സ്വാമിയുടെ ഒരു കഥയിലുള്ള ഒരു സിനിമയാണ്. മമ്മൂട്ടി ഭയങ്കരമായിട്ട് കേസ് തെളിയിച്ച ഒരു സംഭവമുണ്ട്. അപ്പം ഞാനും ഈ CBI കേൾക്കുമ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് CBI ഓഫീസിലൊരു 4 വർഷം മുമ്പ് ചെല്ലുവാണ് തിരുവനന്തപുരത്ത്. ചെല്ലുമ്പോൾ ആ ഓഫീസിൻ്റെ ഡോറ് നിന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സിലെങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഒരു പ്രതിപുരുഷൻ അവിടെ ഇരിപ്പുണ്ടാവും എന്ന് പറഞ്ഞത്. ഇത് വെറുതെ ഒരു എന്തെന്ന് പറയണത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. CBI ഇപ്പം കേരളത്തിലെ ആൾക്കാർ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ട് CBI അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് തമാശ തോന്നണം. ഈ പറയുന്നവർക്ക് താല്പര്യം ആ കേസ് രക്ഷപ്പെടണ്ടെന്ന് ഓർത്തോണ്ടായിരിക്കും. CBI ഏത് കേസ് അവിടെ വലിയ പ്രമാദമായിട്ട് തെളിയിച്ചേക്കണം ഒന്നുമില്ല. ഇപ്പോൾ അഭയ കേസ് തെളിയിച്ചെന്ന് അവർ പറയുന്നുണ്ട്. CBIയുടെ 4ാം പതിപ്പ് അത് തെളിയിച്ച. ഇതൊക്കെ അവർക്ക് സുഖമായിട്ട് അന്വേഷിച്ച് തെളിയിക്കുക, അല്ലെങ്കിൽ വ്യക്തമായിട്ട് തെളിവില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിന് അങ്ങനെ തെളിവില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ സോബി പറഞ്ഞ് ഇന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവരെ രണ്ടുപേരും കൂടെ കൂട്ടിയിട്ടിട്ട് നമ്മൾ സംസാരിക്കണ്ടേ. ഇത് ഇങ്ങനെ എല്ലാവരും സംസാരിക്കണ്ടേ. ഇതിനൊന്നും അവർ തയ്യാറായിട്ടില്ല.